മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ്, എൽ ക്ലാസിക്കോ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു പോരാട്ടം. മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് ഒരൊറ്റ മത്സരം കൊണ്ട് മുഴുവൻ താരങ്ങളുടെയും മെന്റാലിറ്റി തന്നെ മാറി ഒരു ഫയറായി നിൽക്കുന്ന നിലവിലെ ഒരു ടീം തന്നെയാണ് മുംബൈ ഇന്ത്യൻസ്. സോ മറുഭാഗത്ത് ഒരു അല്പം പ്രതിസന്ധിയിൽ തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. ഖലീൽ അഹമ്മദ് സീസണിന്റെ ആദ്യം തന്നെ ഒരു സീസൺ നഷ്ടമാകുന്ന കാഴ്ചയിലേക്ക് വരുന്നു. ഇപ്പോൾ അവരുടെ ഏറ്റവും ബെസ്റ്റ് ബാറ്ററിൽ ഒരാളായ ആയുഷ് മാത്രേ, അദ്ദേഹത്തിനും സീസൺ നഷ്ടമാകുന്നു. നമുക്കറിയാം, ആയുഷ് മാത്രേ നൽകുന്ന ഒരു സ്റ്റാർട്ട് അത് വളരെ വലുത് തന്നെയായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിന്. അദ്ദേഹം ബാറ്റ് ചെയ്യുമ്പോൾ റൺ റേറ്റ് എന്ന് പറയുന്നത് 10.5 ആണെങ്കിൽ ആയുഷ് മാത്രേ ഇല്ലാത്തപ്പോൾ അത് 8.7 കുറയുന്നു എന്നുള്ളതാണ്. സോ അത്തരത്തിൽ എല്ലാ ബോളേഴ്സിനെയും നന്നായി പണിഷ് ചെയ്ത് ഒരു ഗുഡ് സ്റ്റാർട്ട് നൽകുവാൻ എപ്പോഴും ആയുഷ് മാത്രയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ അഭാവം അത് ചെന്നൈ സൂപ്പർ കിങ്സിനെ ബാധിക്കുമോ? അദ്ദേഹത്തിന് പകരക്കാരനായി ആര് വേണം? ഉർവിൽ പട്ടേൽ എന്നുള്ളത് തന്നെയാണ് ഒരു സാധ്യതയായി ഞാൻ കാണുന്നത്. അതേ സ്ട്രൈക്ക് റേറ്റിൽ കളിക്കാൻ കഴിയുന്നൊരു താരം തന്നെയാണ്. സോ അദ്ദേഹത്തിന് ചെന്നൈ സൂപ്പർ കിങ്സിൽ ഒരു നല്ല പകരക്കാരനായി വരാൻ കഴിയുമോ? ഇതാണ് ആദ്യത്തെ ചോദ്യം. മുംബൈ ഇന്ത്യൻസിലേക്ക് നോക്കിയാൽ എല്ലാം കൊണ്ടും അടിപൊളി സെറ്റായി നിൽക്കുന്ന ഒരു ടീം. കഴിഞ്ഞ മത്സരത്തിൽ സാധാരണ ഒരു ടീമും ഇങ്ങനൊരു ജയത്തിന് ശേഷം വരുമ്പോൾ ഒരു ടീം ചേഞ്ച് ഉണ്ടാകില്ല. പക്ഷേ വിൽ ജാക്സ് തിരിച്ചു വരുന്നതോടുകൂടി ഒരു മാറ്റം മുംബൈ ഇന്ത്യൻസിൽ ഉണ്ടാകുമോ എന്നുള്ളത് തീർച്ചയായിട്ടും സംശയിക്കണം. പക്ഷേ ആർക്ക് പകരം? അതാണ് വലിയൊരു ഡൗട്ട്. നമുക്കറിയാം, സാൻഡർ മികച്ച ഫോമിൽ എറിയുന്നു, ഗസൻഫർ മികച്ച ഫോമിൽ കളിക്കുന്നു. സോ ഈ രണ്ട് താരങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റുന്നൊരു ഓപ്ഷൻ അല്ല. പക്ഷെ വിൽ ജാക്സ് ആകുമ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങളിലേക്ക് ചിന്തിക്കേണ്ടി വരുമോ? അതൊരു നല്ല പിക്കാകുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആരാകും ഇന്നത്തെ വിജയ്? ഡ്രോപ്പ് ഇൻ ദ കമൻറ്റ് ബോക്സ്. താങ്ക് യു.